ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, രണ്ട് കാര്യങ്ങൾ. അതിൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയുടെ അവസാനത്തെ ഇൻസ്റ്റാഗ്രാമിലെ റീൽ. അതിൽ പ്രധാനമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ നമ്മുടെ കുട്ടികളാണ്. നമ്മൾ ക്ഷമിക്കാതെ അവരോട് ആര് ക്ഷമിക്കും എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അത് ഏത് കുട്ടികളോടാണ് പ്രധാനമന്ത്രി അത് പറയുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. അത് ഈ ക്രിമിനലുകളായിട്ടുള്ള ഈ ജെഎൻയുവിലൊക്കെ ഉള്ള പഠിച്ചിട്ടും തീരാതെ വേരിറങ്ങി അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോടാണോ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്? അല്ലെങ്കിൽ ഈ ജെഎൻയുവിലുള്ളവന്മാർ മാനിപ്പുലേറ്റ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ തലമുറ ഉപയോഗിച്ചാണോ പറയുന്നത്? കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചർച്ചയിൽ അഭിലാഷ് മോഹനൻ പറയുന്ന ഒരു വാചകം ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. അദ്ദേഹം ബി.ജെ.പി പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നരേന്ദ്രമോദി തന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഫെയിലിയർ ഉണ്ടായത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം മോദിയെ ഇപ്പോൾ ബി.ജെ.പിക്കാർ മനസ്സിലാക്കിയാലും ഭംഗിയായിട്ട് ഇവിടെയുള്ള കമ്മികളും സുഡാപ്പികളും കൊങ്ങികളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം മോദി അങ്ങനെയൊന്നും കൊടുക്കുന്ന ആളല്ല. മോദി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിയത് ഇവരൊക്കെയാണ്. സംഘികളല്ലേ ഇവിടെ ഞെട്ടിയത് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് CJP-ക്കാരും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ. നമ്മുടെ ഏതോ ഒരു സിനിമയിൽ നമ്മുടെ സലീം കുമാർ പറയൂലേ, എനിക്ക് വട്ടായതാണോ അതെ നാട്ടുകാർക്ക് മൊത്തം വട്ടായി പോയതാണോ എന്ന്. ഒരടി പിന്നോട്ട് പോകാത്ത ഒരു മനുഷ്യൻ എന്നാ രാജി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തപ്പോൾ ഇവരൊക്കെ ഞെട്ടിപ്പോയി. ഒന്നാമത് ഇവരുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു. CJP-യുടെ ഒരു പാൻ ഇന്ത്യ മൂവ്മെന്റ് അത് തകർത്ത് കൈ കൊടുത്തു. അടുത്തതായിട്ട് അഭിലാഷ് മോഹനൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തെ യുവത, ആ യുവതയിൽ ലെഫ്റ്റിസ്റ്റ് വിദ്യാഭ്യാസത്തിന്റെ വക്താക്കൾ ഉണ്ടാക്കുന്ന സ്വാധീനം നരേന്ദ്രമോദി തിരിച്ചറിയുന്നുണ്ട്. അതിന് തകർക്കാനാണ് നരേന്ദ്രമോദി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അത് നല്ലൊരു നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നി. അത് വളരെ കറക്റ്റാണ്. പ്രധാനമന്ത്രി റീല് സ്റ്റാർ എന്നാണ് ഇപ്പൊ യുവമാര് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളുണ്ടല്ലോ, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, റീൽ സ്റ്റാർ. ഇതിനു മുമ്പേ പ്രധാനമന്ത്രിയെ യുവമാര് കമ്പയർ ചെയ്ത് എങ്ങനെയല്ലെന്നറിയാമോ? രാഹുൽ ഗാന്ധിക്ക് 14 മില്യൺ ലൈക്ക് ഉണ്ട്. പോരാത്തതിന് നരേന്ദ്രമോദിയുടെ വീഡിയോയ്ക്ക് ഒരു 3K വ്യൂസ് പോലും ഇല്ല. അപ്പോ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെ എന്ന് പറഞ്ഞ് ലൈക്കിന്റെ ഷെയറിന്റെ എണ്ണം എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയും കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇൻസ്റ്റാഗ്രാമിലേക്ക് നോക്കൂ, നരേന്ദ്രമോദിക്ക് അവിടെ ലൈക്ക് ഇല്ല, രാഹുൽ ഗാന്ധിക്ക് ലൈക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്ത് അതാണ് രാഹുൽ ഗാന്ധിയുടെ പവർ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വീഡിയോ ഇട്ട് അത് വേൾഡ് റെക്കോർഡായി. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന വീഡിയോ ആയി മാറിയപ്പോൾ യുവമാര് പറയുന്നത് എന്താണ്? ഇവന്മാര് പറയുന്ന നാണമില്ലേ പ്രധാനമന്ത്രിക്ക് റീൽസ് ഇട്ട് കളിക്കാൻ? നാണമില്ലേ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ? എനിക്ക് ചോദിക്കാനുള്ള യുവമാർക്ക് നാണമില്ലേ എന്നാണ്. യുവമാരല്ലേ ഇത് തുടങ്ങിയത്. അപ്പൊ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന ഒരു മില്യൺ വ്യൂസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന 400 മില്യൺ വ്യൂസ്. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം കണ്ട് ഞെട്ടിപ്പോയി. അത് നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് ആരെ ഉദ്ദേശമാണ് പ്രധാനമന്ത്രി ഇത് പറയുന്നത്? പ്രധാനമന്ത്രി കുട്ടികൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കുട്ടികൾക്കെതിരെ കേസെടുക്കുന്നത് എന്ന് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെനിക്ക് താങ്കളോട് ഞാനും താങ്കളോട് ചോദിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഡൽഹി പോലീസ് അവരുടെ അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. പ്രോമിനന്റ് യൂട്യൂബർമാർ, ഈ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന യൂട്യൂബർമാരുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം UAE-യിൽ ഒരു കിട്ടില്ല നിയമം വന്നത്. കിട്ടില്ല നിയമം എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മുടെ രാജ്യത്തും അത് വരണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾ കണ്ടു കാണും. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഈ UAE-യിലോട്ട് വന്നിട്ട് ഒരു കടയിൽ അങ്ങോട്ട് കയറിയിട്ട് ആ കടയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ വീഡിയോ എടുക്കണ്ട എന്നാണ് UAE ഗവൺമെന്റ് അവരോട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാമിൽ ഇവൻ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഒരു നല്ല വ്യൂസ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറെ വിളിക്കും, എന്റെ പ്രോഡക്റ്റ് ഒന്ന് പരസ്യം ചെയ്ത് തരുമോ എന്ന് പറയും. എത്ര രൂപ? എന്നാ 1 ലക്ഷം രൂപ. ഒരു പ്രോഡക്റ്റിന് 1 ലക്ഷം രൂപ. അങ്ങനെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പരസ്യം ചെയ്യാന്ന് പറയും. UAE പറഞ്ഞു, ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നിയമങ്ങൾ ഞങ്ങൾ തരാം. പ്രത്യേകിച്ച് പുറത്തുനിന്ന് അകത്തേക്ക് വന്ന്, അതായത് ഇന്ത്യയിൽ നിന്നൊക്കെ പോയി അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ ടാക്സ് ഉണ്ട്, അവിടെ ടാക്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞു പോയി അവിടെ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ തീരെ ചെയ്യരുത് എന്ന് UAE പറഞ്ഞിട്ടുണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇനി ഏതെങ്കിലും UAE-യുടെ ചായക്കടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലോ ഏതെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പിലോ കയറി ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള തടവ് ശിക്ഷ, എനിക്ക് 10 വർഷവും എന്താണ് തടവ് ശിക്ഷ അവർക്ക് അവിടെ UAE വിധിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, UAE പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുൻകൂട്ടി നേരത്തെ ഗവൺമെന്റിനെ അറിയിക്കണം. മൂന്നാമത്തെ കാര്യം, അതിൽ നിന്നുള്ള പൈസയ്ക്ക് നിയന്ത്രണങ്ങളുണ്ട് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിന് സകല ആൾക്കാരെ UAE അവരുടെ പരിധിക്കുള്ളിൽ കൊണ്ടാക്കി. കാരണം ഇവരിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് സർക്കാരിനെ അപമാനിക്കുന്നു എന്ന ചെറിയൊരു വിഷയം അവിടെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലും അത് ആ നിയമം കൊണ്ടുവരണമെന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹം. UAE പറഞ്ഞത്, നിങ്ങൾ ഇനി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നതെങ്കിൽ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഏത് രീതിയിലാണോ നടപടി നേരിടുന്നത് അതേ നടപടിയും ഉത്തരവാദിത്വവും നിങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാകണം. നിങ്ങളൊരു പ്രോഡക്റ്റ് നിങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നു. നാളെ ആ വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അത് കഴിച്ച് 4 പേർക്കോ 10 പേർക്കോ ഭക്ഷ്യവിഷബാധം വന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ കൊലക്കുറ്റം നിങ്ങൾക്ക് നേരെ ചുമത്തും എന്നാണ്
UAE പറഞ്ഞത്. നല്ലൊരു നിയമമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ഇതാ നമ്മുടെ നാട്ടിലെ പ്രോമിനന്റ് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസർമാരും 3 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേംസ്, നമ്മൾ പറഞ്ഞത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടായിരിക്കും. ഒന്ന് മോങ്ക് എന്റർടൈൻമെന്റ്സ്, 2 ഡിജി വിസിൽ, പിന്നെ 3ാമത് ഒരെണ്ണം കൂടെ ഉണ്ട്, അതിന്റെ പേര് ഞാൻ വിട്ടു. ഇവന്മാർ 3 പേരുമാണ് ഇതിന്റെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏറ്റെടുത്തിരുന്നത്. അതായത് നിങ്ങളുടെ എന്നെ ഒരു ഇൻഫ്ലുവൻസർ ആക്കാനായിട്ട് അവരുടെ കയ്യിൽ ഞാൻ ഒരു കരാറ് കൊടുത്തു കഴിഞ്ഞാൽ അവര് എന്റെ ഞാൻ ഓടുന്നതും ചാടുന്നതും ഒക്കെ എടുത്ത് ഭംഗിയായിട്ട് ആൽഗോരിതം സെറ്റ് ചെയ്തത് ശരിയാക്കി തരും. അപ്പൊ അവന്മാരെയും കണ്ടുപിടിച്ച് എന്താണ് ഇൻഫ്ലമേറ്ററി കണ്ടന്റ് സ്പ്രെഡ് ചെയ്തതിന്, റൂമേഴ്സ് സ്പ്രെഡ് ചെയ്തതിന്, ഇൻസൈറ്റിംഗ് വയലൻസ് ഇൻസൈറ്റ് ചെയ്തതിന്, പോസ്റ്റുകളും ലൈവ് സ്ട്രീമുകളുടെ കൂടെ ചെയ്തതിന് അവന്മാർക്കെതിരെയും അന്വേഷണം വരുന്നു, കേസുകൾ എടുത്തിട്ടുണ്ട് ഡൽഹി പോലീസ് എന്നുള്ള വാർത്തകൾ പുറത്തു വരും. 2 കാര്യങ്ങൾ, ഒന്ന് മോദിയുടെ റെയില്, പിന്നെ ഇൻഫ്ലുവൻസർമാർക്കെതിരെയുള്ള ഈ ഒരു ഡൽഹി പോലീസിന്റെ നീക്കം. ധനുഷ് പറഞ്ഞ UAE നിയമം വന്നപ്പോഴേ സത്യത്തിൽ ഞാൻ പലപ്പോഴും ഈ റീൽസ് കാണുമ്പോൾ നമ്മളൊക്കെ അത്യാവശ്യം പൈസ കൊടുത്തിട്ട് തന്നെയാണ് 2 അടിക്കാനായിട്ട് ബാറിലും ഷാപ്പിലും ഒക്കെ കയറുന്നത്. ഇതുങ്ങൾ ഇതിനകത്ത് കയറുകയും മൃഷ്ടാനം കഴിക്കുകയും കുടിക്കുകയും ചെയ്തിട്ട് ഒരു റീലും എടുത്തിട്ട് പോവുകയാണ്. നല്ല കാര്യമാണ്, കാരണം അങ്ങനെ വലിയ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, സമ്മാനങ്ങളായിട്ട് ഒന്നും കൈപ്പറ്റാൻ, ഇനി ഫ്രീ ആയിട്ട് റീൽ എടുത്ത് കൊടുത്തു എന്ന് വേണ്ട. ഫ്രീ ആയിട്ട് റീൽ എടുക്കുമ്പോൾ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമല്ലോ, അത് സമ്മാനമായിട്ട് കൂട്ടും. എല്ലാ രീതിയിലും ലോക്ക് ചെയ്തിരിക്കുക, ഈ ഓസിന് അടിക്കുന്ന സാധനമില്ലേ. അപ്പൊ ഞാൻ അതിലൊരു കോമഡി കണ്ടു. അപ്പൊ അതിനകത്തൊരു റീലുകാർ പോയിട്ട് ഒരു ചായക്കടയിൽ നിന്ന് കുറെ ഫുഡ് കഴിക്കുന്നു. പൈസ കഴിക്കുമ്പോൾ പറയുന്നു ഞങ്ങളൊന്ന് റീല് ചെയ്ത് നിങ്ങളെ വൈറലാക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന ഒരു രീതി. ഇത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇത് എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. മദ്യത്തെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ലിക്കർ, കള്ള മദ്യം എന്നൊക്കെ പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്, പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സർക്കാർ തന്നെ പൈസ മേടിച്ച് ബസ് KSRTC സൈഡിലൊക്കെ ഒട്ടിക്കില്ലായിരുന്നു, മാക്ഡവൽ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പറ്റില്ല, മുമ്പ് പറ്റും. അല്ല, അവർ സോഡ ഇറക്കിയിട്ടുണ്ട്. വമ്പൻ കമ്പനികളെല്ലാം അവരുടെ ബ്രാൻഡിൽ സോഡ ഇറക്കിയിട്ടുണ്ട്. സോഡയുടെ പരസ്യമായിരുന്നു. പക്ഷെ അതിനെതിരെയും കേസ് പോയി, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം ഈ ബ്രാൻഡ് ഇതാണല്ലോ. അങ്ങനെ പല മെത്തേഡ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിനിപ്പോ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇറക്കുന്നുണ്ട് പല കമ്പനികൾ, ഈ ബിയർ കമ്പനികൾ പലതും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇറക്കുന്നുണ്ട്. അപ്പം അത് പരസ്യമായിട്ട് കൊടുക്കാം. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിയമമുണ്ട്, അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ വരുന്നത്. അത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ധനുഷ് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, പ്രധാനമന്ത്രി ശ്രമിച്ചിട്ടും അപ്പൊ ഒരു 15 വയസ്സുള്ള കുട്ടി, നോയിഡയിലുള്ള കുട്ടി പറയുന്നത് ഇപ്പോഴും വലിയ വധഭീഷണിയും തെറിവിളിയൊക്കെ വരുന്നു എന്നുള്ളതാണ്. പല ഈ സമരത്തിൽ പങ്കെടുത്തവരും യൂട്യൂബർമാരും പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ഭീഷണി വരുന്നു, പുറത്തിറങ്ങി നടക്കാൻ സാഹചര്യം. ധനുഷ് ചോദിച്ച ചോദ്യം, മോദി ക്ഷമിച്ചിട്ട് എന്തിനാണ് നോയിഡയിലെ പോലീസ് ഈ കേസുമായി മുൻപോട്ട് പോകുന്നത്? മോദി ക്ഷമിച്ചത് മോദിയുടെ കാര്യം മാത്രമാണ്, നമ്മുടെ നിയമമല്ല. നിയമം ക്ഷമിക്കില്ലല്ലോ. ഇപ്പൊ നമുക്ക് ക്ഷമിക്കാനല്ലേ കഴിയൂ. നമുക്ക് ഇപ്പം ശ്രീമതി സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഘാതകരോട് ക്ഷമിച്ചിരുന്നു, എന്നിട്ട് അവരെ അപ്പൊ തന്നെ തുറന്നു വിട്ടോ? ഇല്ല, ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ പറയുന്നു അവർക്കൊരു മാപ്പ് കൊടുക്കും പോട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റൂ, നമുക്ക് പറയാനേ പറ്റൂ. പക്ഷെ നിയമമില്ലേ, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. പ്രധാനമന്ത്രിക്ക് അത് പറയാം, ക്ഷമിക്കൂ എന്ന് പറയാം, അദ്ദേഹത്തിന്റെ വലിയ മനസ്സായിട്ട് നമുക്കത് കാണുകയും ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രിക്ക് ഉത്തരവിടാൻ കഴിയില്ല. കാരണം ഈ ജൂനൈൽ ഹോം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ധനുഷ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം കേട്ട് കാണും. എന്തിനാണ്? പ്രായപൂർത്തിയാകാത്ത ഒരു ഗുരുത്തക്കേട് കാണിക്കുമ്പോൾ കൊണ്ടിടുന്ന സ്ഥലമാണ്. അപ്പം ഇത്തരക്കാരെ ശിക്ഷിക്കാനാണല്ലോ ജൂനൈൽ ഹോം ഈ രാജ്യത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്? പ്രായപൂർത്തിയാകാത്തൊരു കുറ്റം ചെയ്താൽ അവരെ ജെൻസി എന്ന് പറഞ്ഞ് വെറുതെ വിടുമെന്നാണോ നിയമം? അല്ല. പണ്ട് പുരാതന കാലത്തെ തൊട്ട് ദുർഗുണ പരിഹാര പാഠശാല ഈ നാടുകളിൽ മുഴുവനുണ്ട്. അപ്പൊ സ്വാഭാവികമാണ് ഈ കുട്ടികളെ കേസ് അതിൻ്റെതായ രീതിയിൽ പോവാണ്. ചിലപ്പോൾ 1 മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ എങ്കിലും അവിടെ ഇടേണ്ടി വരും. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രതിഷേധം ഇവർ നേരിടുന്നുണ്ട്, ഈ യൂട്യൂബേഴ്സും ഒക്കെ. അവർ പറയുന്നത് ഞങ്ങൾക്ക് പുറത്തിറങ്ങി. അതിനകത്തൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ നാട്ടില് പിണറായി വിജയനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണ്? പിറ്റേ ദിവസം രാവിലെ അവൻ വീട് തുറന്ന് നോക്കുമ്പോൾ, അവന്റെ കഥ തുറന്ന് നോക്കുമ്പോൾ ആ വാതിൽക്ക് ഒരു റീത്ത് കാണും. അന്നു മുതൽ അവന്റെ നാശം തുടങ്ങുകയാണ്. അവന്റെ വീടിന് കല്ലേറ്, പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, അടി, തെറിയഭിഷേകം എല്ലാം കാണും. അല്ലെ? എല്ലാവരുടെയും നേതാവിനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർ അടങ്ങിയിരിക്കുമോ? ഇരിക്കില്ല. അല്ലാതെ ഞങ്ങൾ ജൻസികളാണ്, ഞങ്ങൾ നിങ്ങളെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ പറയും, നിങ്ങൾ അതൊക്കെ കേട്ടോണം, ഞങ്ങൾ ജൻസികളാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിച്ചു കൊടുക്കുമോ? ഇല്ല. BJP-ക്കാരോ ഇല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന BJP-ക്കാർ മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരും അനുഭാവികളും ഒക്കെ ഉണ്ട്. അവര് സഹിച്ചിരിക്കുമോ? അവർ ക്ഷമിക്കുമോ? എന്തുകൊണ്ടാണ് ഈ മതത്തിൽ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ദൈവങ്ങളെ ചീത്ത വിളിക്കുമ്പോൾ അവരിങ്ങനെ കൂടോടെ വന്ന് ആക്രമിക്കുന്നത് എങ്ങനെയാണ്? ഇല്ലേ? ഈ ലോകത്ത് മുഴുവൻ കലാപങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഖുറാൻ
തെറ്റ് പറഞ്ഞു, ഇല്ലെങ്കിൽ നബിയെ മോശമായി ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എത്രയോ കലാപങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പൊ അതിനർത്ഥം എന്താ? നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഒരാളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും മറു സൈഡ് ഇറങ്ങുക, അവരുടെ തല്ല് കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ തെറി വിളിക്കുമ്പോൾ തിരിച്ചും അത് കിട്ടും എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിൽ വേണമല്ലോ നമ്മൾ ഇറങ്ങാൻ. ഇപ്പൊ നമ്മൾ റോഡ് പിക്കറ്റിങ്ങിന് പോകുന്നു, നമ്മൾ പോലീസിൽ ഒരു ന്യായം എന്താണെന്ന് അറിയാമോ? അവരതിന് പറയുന്ന ന്യായം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമുക്ക് വിമർശിക്കാം. ആ വിമർശനത്തിന്റെ ആ ഒരു ആലയിൽ കൊണ്ട് ഈ തെറിവിളിയും ലൈംഗിക അധിക്ഷേപവും എല്ലാം കൂടെ കിട്ടുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആർക്കും കല്ലെറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രധാനമന്ത്രിയെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതേ വാദം നമ്മൾ മുന്നേക്ക് വെക്കുമ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇത് ജനാധിപത്യമാണ്, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാവ്. അല്ല, അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ ഈ രാജ്യത്ത് പറ്റും, ജനാധിപത്യമാണ്. അതേ നിയമം വെച്ചുകൊണ്ട് തന്നെ ആ പറയുന്നവനെ എനിക്ക് വിമർശിക്കാമല്ലോ, ഇല്ലേ? എന്താ അതിന് പ്രത്യേക പ്രിവിലേജ് വല്ലതും ഉണ്ടോ? ഇപ്പൊ യൂട്യൂബിലൂടെ അവൻ പ്രധാനമന്ത്രിയെ വിമർശിച്ചു, ഓക്കെ, അവന്റെ റൈറ്റ് ആണ്. എനിക്ക് ഇവനെ വിമർശിക്കാമല്ലോ, അതിന്റെ റൈറ്റിന് വല്ല വ്യത്യാസമുണ്ടോ? അവൻ അവിടെ തന്തയ്ക്കാണ് വിളിച്ചെങ്കിൽ ഞാൻ അവിടെ തള്ളക്കും മുത്തപ്പയ്ക്കും വരെ വിളിക്കേണ്ട ഒരു അവസ്ഥ വരും. അല്ലേ? സ്വാഭാവികം മാത്രമാണ്. അത് എല്ലാ ആക്ഷൻസിനും ഒരു എതിർ ഇത് ഉണ്ടാകും. അതിന് പറഞ്ഞിട്ട് ഒരു ന്യായവും ഇല്ല അതിനകത്തൊന്നും. ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരാൾക്കെതിരെ പറയുമ്പോൾ തിരിച്ചു ഉണ്ടാകും. നമ്മൾ പിക്കറ്റിംഗ് കിടക്കുന്നു റോഡിൽ, പോലീസിന് നേരെ കല്ലെറിയുന്നു സമരക്കാര്. അപ്പൊ ആ സമരക്കാരെന്താ പ്രതീക്ഷിക്കേണ്ടത്? പോലീസുകാർ ലഡ്ഡു തരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, അവന്മാരുടെ കയ്യിൽ ലാത്തിയിരിക്കുന്നത് മുതുകു നോക്കി അവന്മാർ അടിക്കും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കല്ലെറിയുന്നത്. ബോംബ് സ്ഫോടനം നടത്തുന്ന പ്രതി എന്താ കരുതുന്നത്? എന്നെ പിടിക്കും, അകത്തിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ തൂക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ അവിടെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലും, ഇല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷിക്കും. ഇത് അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നത്? അറിവുകേടല്ല. ഇത്രയും പറയാനുള്ള അറിവുണ്ടല്ലോ, അമ്മയ്ക്കും സെക്സും ഒക്കെ പറയാനുള്ള അറിവ് ഈ കുട്ടികൾക്കുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചും അറിയാം. ഇത് മോശമാണെന്ന് അവർക്ക് അറിയാമല്ലോ പറയുന്നത്, നന്മയല്ലെന്ന് അവർക്കറിയാം, മോശമാണെന്ന് അറിയാം. അറിഞ്ഞു കഴിഞ്ഞാൽ ആ മോശമായ കാര്യങ്ങൾക്ക് ശിക്ഷ ഈ രാജ്യത്തുണ്ട്, സ്വാഭാവികം തന്നെയാണ്. അത് ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് ഉണ്ടാകും, അയാളുടെ ഒരു ഗ്യാങ് ഉണ്ടാകും, ഇല്ലെങ്കിൽ അയാളെ സ്നേഹിക്കുന്നവരുണ്ടാകും. ചിലരത് അനങ്ങാതിരിക്കും, ചിലർ പ്രതികരിക്കും. ഇപ്പൊ പലർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പൊ പുതിയ ട്രെൻഡ് ഇറങ്ങിയിരിക്കുന്നത് ഈ യൂട്യൂബിലുമൊക്കെ വീഡിയോ ചെയ്ത് ഷൈൻ ചെയ്ത കുറെ പേരുണ്ടായിരുന്നു. ഇപ്പൊ അവരെ വഴി വെച്ച് കാണുമ്പോഴത്തേക്ക് ഒരു മൈക്കും ക്യാമറയായിട്ട് കുറെ പേര് പോകും. എന്നിട്ട് ചോദിക്കും, നീ അങ്ങനെ പറഞ്ഞായിരുന്നോ? ഇപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ. അവൻ പറഞ്ഞത് നേപ്പാൾ പോലെ ആക്കും ഇന്ത്യ, മോദിയെ കത്തിക്കും എന്തോ പറഞ്ഞു. അപ്പൊ അവനോട് എന്നിട്ട് ചോദിക്കുന്നു, നീ മോദിയെ കത്തിക്കൂ? എനിക്കൊന്നും ഓർമ്മയില്ല, അവൻ പറഞ്ഞത് സമരത്തിനിടയിൽ ഞാൻ എന്തോ പറഞ്ഞു പോയതാണ്, അവൻ പറയുന്നതാണ്. അപ്പൊ അവരോട് ചോദിക്കുന്നു, നീ ഇത് നേപ്പാൾ ആക്കുമോ? എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം, ഇത് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ, അതിനെ നീ നേപ്പാൾ പോലെ കത്തിക്കാൻ നിനക്കെന്ത് അധികാരം? നീ BJPയോ മോദിയോ എന്തൊക്കെ അതൊക്കെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവനെ ചുറ്റും വളഞ്ഞു നിന്നിട്ട് തെറി വിളിക്കുകയാണ്. അവൻ പറയുന്നത്, എനിക്കൊന്നും ഓർമ്മയില്ല, ആ സമരത്തിനിടയിൽ ഞാൻ എന്തോ ആവേശത്തിന് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ എന്ന് അവൻ പറയുന്നുണ്ട്. ഇതാണ് അവസ്ഥ യൂട്യൂബർമാരുടെ. ഇനി ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അങ്ങോട്ട് ഒരാളെ വിളിച്ചാൽ അവർ തിരിച്ചിങ്ങോട്ട് വിളിക്കും. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ പോലും ഇവർക്ക് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിയമപരമായി നിൽക്കില്ല. അത് മാപ്പ് കൊടുക്കാൻ പറ്റും അവരുടെ. അതാണ് ഞാൻ സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞത്. സോണിയാഗാന്ധി നളിനിക്കടക്കം മാപ്പ് കൊടുത്തിരുന്നു, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പോലീസ് ഇറക്കി വിട്ടില്ലല്ലോ. കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കും. കുട്ടികളെ ശിക്ഷിക്കാനാണ് ജുവനൽ ഹോം, ദുർഗുണ പരിഹാര പാഠശാല. അത് സ്വാഭാവികം തന്നെയാണ്. പിന്നെ ഇതേപോലുള്ള കുട്ടികളാണ് ഇപ്പുറത്തും. ഇവരെല്ലാം വയസ്സായവരോ സീനിയർ സിറ്റിസണോ ഒന്നും അല്ല ഈ കുട്ടികളെ വളഞ്ഞിട്ട് തെറി അങ്ങോട്ട് വിളിക്കുന്നത്. ആ പെൺകുട്ടി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, എന്താ ഫോണിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെ ആളുകൾ തെറി വിളിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സ്വാഭാവികമാണ്. ഇതൊന്നും ചെയ്യാനിട്ട് നമുക്ക് എന്തുമാത്രം തെറിവിളിയാണ് ഡെയിലി കേൾക്കുന്നത്, അല്ലേ? നമുക്ക് ധാരാളം തെറിവിളി കേൾക്കുന്നില്ല, അച്ഛനും അമ്മയ്ക്കും എല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾ ആരെയും മോശം പറയുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ട്രംപിന്റെ ആരാധകരാണ് വിളിക്കുന്ന ഒരു വിഭാഗം പേര്, പിന്നെ ഖമേനിയുടെ ആരാധകർ, അവർക്ക് പോലും ഇവിടെ ആരാധകരുള്ള നാടാ. അപ്പൊ പിന്നെ നരേന്ദ്രമോദി കണക്ക് ഉള്ള ഒരാൾക്ക് സ്വാഭാവികമാണത് വരുന്നത്. അപ്പൊ കിട്ടുന്നത് വാങ്ങിച്ചു കൂട്ടുകൾ. പിന്നെ യൂട്യൂബർമാര്, അതാണ് രണ്ടാമത്തെ പോയിന്റ് ധനുഷ് പറഞ്ഞു. യൂട്യൂബർമാർക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 6ഓളം യൂട്യൂബർമാർക്കെതിരെയാണ് ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുന്നത്. കൂടുതൽ യൂട്യൂബർമാർക്കെതിരെ നടക്കും. കാരണം ഈ യൂട്യൂബിലൂടെയാണ് ഈ സംഘർഷം ആളിക്കത്തിക്കാനുള്ള വലിയ ശ്രമം നടന്നിരുന്നത്. ഇവരെ മർദ്ദിച്ചു എന്നുള്ള വിഷ്വൽസ് കാണും. ഇപ്പൊ എല്ലാവരും വിഷ്വൽസ് പതുക്കെ മുക്കിയല്ലോ, എല്ലാവരും മുക്കിയിട്ടുണ്ട്. ഇപ്പൊ വരുന്നുണ്ടോ? ഇല്ല, ഒരുപാട് പേര് മുക്കിക്കൊണ്ട് വിഷ്വൽസ് ഉണ്ടല്ലോ, സേവ് ചെയ്ത് വെച്ചിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാനായിട്ട്. പിന്നെ സേവ്ഡ് ഫോൾഡർ ചെന്ന് നോക്കിയപ്പോ ഈ സേവ് ചെയ്ത വിഷ്വൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടന്റ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. എല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഡിലീറ്റ് ചെയ്തു. ആ അന്ന് ഡയലോഗ് അടിച്ച പലരും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പഴയ പണി തന്നെ ഇപ്പൊ തുടങ്ങി, ക്രീമും സോപ്പും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്കായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്ളോഗേഴ്സ്, യൂട്യൂബേഴ്സ്, ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇതിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രചരണം നടത്തിയിരുന്നു. അങ്ങനത്തെ ഒരു ചെറുക്കനാണ് നമ്മൾ മുമ്പ് ചെയ്തിരുന്നില്ല, ഒരു ചെറുക്കനെ ഇപ്പൊ പോലീസ് കേസ് വന്നില്ല, ഒരു പയ്യൻ നമ്മുടെ കേരളത്തിൽ. എന്താണ് ഭരണഘടന കത്തിക്കണം,
എല്ലാവരും അങ്ങോട്ട് പോടാ ഓക്കെ അനീഷ്. തലയടിച്ച് പൊട്ടിക്കിടാന്നൊക്കെ പറഞ്ഞത്. ഓക്കെ അനേഷ് കുടുങ്ങും. ഓക്കെ അനേഷ് ഉറപ്പായിട്ട് കുടുങ്ങും. അത് ആ ചെറുക്കന് ആവേശത്തിന് പറഞ്ഞാണോ അല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ ചെറുക്കൻ കുടുങ്ങും, ഉറപ്പായിട്ടും കുടുങ്ങും. കാരണം ഇത് ഉള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറയുന്നത് സ്വാഭാവികമായിട്ട് കൊടുക്കും. കാരണം UAE കൊണ്ടുവന്ന നിയമം തന്നെ ഇന്ത്യയിലും വരേണ്ടതാണ്. കാരണം മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ചാണ് പോകുന്നത്. ഇപ്പൊ നമ്മളൊരു മോശം വാർത്ത ചെയ്താൽ നമുക്കെതിരെ കേസിന് പോകാൻ കഴിയും. കാരണം നമുക്കൊരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ട്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, അതിൻ്റെതായ ലീഗലായിട്ടുള്ള ഫോർമാറ്റിൽ പോകാൻ പറ്റും. സാധാരണ ഒരു ബ്ലോഗറോ കാര്യങ്ങളോ എവിടെ നിന്നെങ്കിലും ഒരു വാർത്ത ചെയ്തിട്ട് അവൻ മുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എവിടെ പോയി ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനൊരു നിയമം വരേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ല, 2019 വന്നിട്ടുള്ളതാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് വന്നൊരു IT ആക്ട് ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ വരുമായിരിക്കും ഈ സെഷൻ അല്ല ഞാൻ പറഞ്ഞത്, ഈ ഇയർ തീരുന്നതിന് മുമ്പ് ഒരുപക്ഷെ അത് വരാൻ സാധ്യതയുണ്ട്. കാരണം അതിനുള്ള ഒരു ആക്കം കൂടി സുപ്രീം കോടതി പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളൊരു നിയമം കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം ഇതേ രീതിയിൽ നമുക്ക് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല. നിങ്ങൾ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റുള്ളവരെടുത്താൽ നിങ്ങൾക്കും ഇത് ഈ അവസ്ഥ തന്നെ ഉണ്ടാവും. അതാണ് സംഭവം. പിന്നെ ഈ എപ്പോഴാണ് കൈവെക്കുന്നതെന്ന് അറിയാവോ? സംസാരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയാതെ വരുമ്പോഴാണ് അടിക്കുന്നത്. ചിലർക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ചിലപ്പോൾ അവർ കൈവച്ചെന്നിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. വാങ്ങിച്ച് കൂട്ടി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെ രക്ഷിക്കാൻ എന്തായാലും പാർട്ടികളൊന്നും വരത്തില്ല. നിങ്ങളോട് ഞങ്ങൾക്ക് ആർക്കും സഹതാപവും ഇല്ല. ഞങ്ങളൊക്കെ ഒരുപാട് സമരങ്ങൾ കണ്ടുവന്നവരാണ്. ആ സമരത്തിലൊന്നും ഇതിനൊക്കെയുള്ള മോശം തെറി എന്ന് പറഞ്ഞാൽ കേട്ടാൽ അറക്കുന്ന തെറികളാണ് അതിനെയാണ് ഏഷ്യാനെറ്റിന്റെ ഒരു അവതാരകം പറഞ്ഞത്, എത്ര സൗന്ദര്യാത്മക സമരമെന്ന്. പുള്ളിക്ക് തെറി അമൃതായിരിക്കാം, നമ്മളെ കണക്കുള്ളവർക്ക് തെറി തന്നെയാണ്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികം മാത്രമാണ്.